ഇന്ത്യയുടെ കേബിൾ TV വ്യവസായം 2018 തൊട്ടുള്ള 7 വർഷത്തിനിടയിൽ മെലിഞ്ഞൊട്ടിയതിനിടയിൽ എത്ര പേർക്ക് പണി പോയിട്ടുണ്ടാകും? തൊഴിൽ നഷ്ടം 5.77 ലക്ഷം എന്ന് പഠന റിപ്പോർട്ട്. പേ TV ഉപയോക്താക്കൾ 2018 15 കോടിയിൽ നിന്ന് 2024 11 കോടിയായി കുറഞ്ഞു. OTT കാലത്തിലൂടെ നടന്ന് 2030 ആകുമ്പോൾ ഇത് വെറും 80 ലക്ഷമായി താഴുമെന്നും പഠനം നിരീക്ഷിച്ചു. ഓൺലൈൻ ഭക്ഷണ വിതരണ രംഗത്ത് വമ്പന്മാരെ തള്ളിമാറ്റി പുതുമുന്നേറ്റമായി റാപ്പിഡോ. ഇപ്പോഴത്തെ 100 നഗരങ്ങളിൽ നിന്ന് സേവനം ഇക്കൊല്ലം തന്നെ 500 ഇടത്തേക്ക് വ്യാപിപ്പിക്കാനാണ് പദ്ധതി. സൊമാറ്റോയും സ്വിഗ്ഗിയും റെസ്റ്റോറൻറ്റുകൾക്ക് ചുമത്തുന്ന ചാർജ് 30% വരെയാണെങ്കിൽ അതിൻ്റെ പകുതിയാണ് റാപ്പിഡോ ഈടാക്കുന്നത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലെ പുതിയ നിക്ഷേപത്തിൽ കഴിഞ്ഞ മാസം 22% ഇടിവ്. ഓഹരി വിപണിയിലെ മുന്നേറ്റത്തിനൊത്ത് ലാഭമെടുക്കാനുള്ള വ്യഗ്രതയിൽ നിക്ഷേപകർ. ഏപ്രിലിൽ 24,269 കോടി രൂപ പുതിയ MF നിക്ഷേപമായി എത്തിയപ്പോൾ മേയിൽ ഇത് 19,013 കോടിയായി ചുരുങ്ങി. സാമ്പത്തിക അനിശ്ചിതാവസ്ഥയ്ക്കിടയിൽ ഇക്വിറ്റി ഫണ്ടുകളെക്കാൾ നിക്ഷേപകർ ഇഷ്ടപ്പെടുന്നത് ഹൈബ്രിഡ് ഫണ്ടുകൾ. കേരള തീരത്തിനടുത്ത് വെച്ച് തീപിടിച്ച സിംഗപ്പൂർ കപ്പലിൽ 2240 ടൺ ഇന്ധനമടക്കം അപായകരമായ വസ്തുക്കൾ. തീ പടർന്നതിനാൽ അപകട സാധ്യത മുൻനിർത്തി തീരത്ത് കൂടുതൽ ജാഗ്രത. 1754 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നതിൽ 671 എണ്ണം ഡക്കിലാണ്. ഇതിൽ 157 അപകടകരമായ വസ്തുക്കളാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഓഹരി വിൽപ്പനയ്ക്ക് നീക്കം. പ്രൊമോട്ടർമാരും ബ്രിട്ടീഷ് മദ്യക്കമ്പനിയുമായ ഡിയാജിയോയാണ് നിശ്ചിത ശതമാനം ഓഹരി വിൽക്കാൻ ഒരുങ്ങുന്നത്. റോയൽ ചലഞ്ചേഴ്സിന് കണക്കാക്കുന്ന മൂല്യം ഏകദേശം 17,000 കോടി രൂപ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.